എല്ലാവർക്കും സ്ട്രോബെറി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഗീതു. ഇന്നൊരു പോർക്ക് റെസിപ്പിയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പാലാ ഭാഗത്തോട്ടൊക്കെ കല്യാണം, മാമോദീസ അങ്ങനെ ഒട്ടുമിക്ക ഫംഗ്ഷനിലും ഒരു പ്രധാനിയായി കണ്ടുവരുന്ന ഒരു ഡിഷാണിത്. ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞ് വിശ്വസിപ്പിക്കാനാവില്ല. ഒരിക്കലേലും ഇതുപോലൊന്ന് കറി വെച്ച് നോക്കണം. പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ഡിഷ് ഇതായിരിക്കും, പോർക്ക് ചാപ്സ്. ഞങ്ങളുടെ മറ്റ് നോൺ വെജ് റെസിപ്പികൾ ചാനൽ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തുടർന്നുള്ള ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുമ്പോൾ വീഡിയോസ് കണ്ട് ഞങ്ങളെ തുടർന്നും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പോർക്ക് ചാപ്സ് തയ്യാറാക്കാനായി ഒരു ബൗളിലേക്ക് 1/2 കിലോ പോർക്ക് എടുത്തിട്ടുണ്ട്. ഇത് തയ്യാറാക്കാനായി ഒത്തിരി നെയ്യുള്ള ഇറച്ചി എടുക്കുന്നതിലും നല്ലത് നെയ്യ് കുറഞ്ഞ ഇറച്ചി എടുക്കുന്നതാണ്. ഇതിനായിട്ട് ഇറച്ചി മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. പക്ഷേ നല്ല കനം കുറച്ച് വേണം മുറിച്ചെടുക്കാൻ. ഈ രീതിയിൽ തിൻ സ്ലൈസസ് ആയിട്ട് മുറിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കാം. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് വേവിച്ചെടുക്കാം. ഞാനൊരു കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിലേക്ക് പോർക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കാം. പോർക്ക് ആയതുകൊണ്ട് അതിൽ നിന്ന് ഒത്തിരി വെള്ളം ഇറങ്ങില്ല, അതുകൊണ്ടാണ് ഒരു 1/2 കപ്പ് വെള്ളം ചേർക്കുന്നത്. ഇനി കുക്കർ അടച്ച് വേവിക്കാനായി വെക്കുക. ഈ പോർക്ക് വേവിക്കാൻ 2 വിസിലും അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കൂടി ഇട്ടാൽ ഇത് പാകത്തിന് വേവായി കിട്ടും. ഓരോ സ്ഥലത്തും കിട്ടുന്ന പോർക്ക് പലതരമാണ്. അപ്പോൾ കൂടുതൽ സമയം വേണമെങ്കിൽ ആ രീതിയിൽ വേവിക്കുക. ഈ സമയത്ത് പോർക്ക് ഒരു 90% വേവായി കിട്ടിയാൽ മതി. ഇനി ഇത് പ്രഷർ പോകാനായി മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കി തുടങ്ങാം. അതിനായി ഒരു വലിയ പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 7-8 ചെറുള്ളി ചതച്ചത്, 1-2 പച്ചമുളക് ചതച്ചത്. നിങ്ങളുടെ പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് ചേർക്കാം. ഇവയെല്ലാം ചേർത്ത് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇവയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. ഈ സമയത്ത് ഒത്തിരി പച്ചമുളക് ചതച്ച് ചേർക്കണ്ട, കാരണം ഇനിയും കറിയിലേക്ക് നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, കാരണം അതിലും ടേസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ രീതിയിൽ ചതച്ച് ചേർക്കുമ്പോഴാണ്. അതുപോലെ തന്നെ ചെറുള്ളി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അതങ്ങ് ഒഴിവാക്കിയാൽ മതി. പകരം സവോള ചതച്ച് ചേർക്കണ്ട. ഇനി ഇതിലേക്ക് ഒരു വലിയ സവോള കനം കുറച്ചരിഞ്ഞത് ചേർക്കുന്നു. ഇതരിയുമ്പോൾ ഇതുപോലെ കനം കുറച്ചരിയുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ വേഗം തന്നെ ഇത് വഴണ്ട് കിട്ടും. ഇത് നന്നായി വഴട്ടി നല്ലപോലെ അലിഞ്ഞു വരണം. അതുകൊണ്ട് വേഗത്തിൽ വഴണ്ടു വരാനും കൂടി വേണ്ടിയാണ് ഇതുപോലെ കനം കുറച്ച് അരിയുന്നത്. ഇതിന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് സവോളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർക്കാം. അപ്പോൾ വേഗത്തിൽ തന്നെ വഴണ്ട് കിട്ടും. ഇനി ഇതിലേക്ക് 2-3 പച്ചമുളക് നടുവേ കീറിയതും 2 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. കറി നല്ല സ്പൈസി ആയിട്ടിരിക്കണമെങ്കിൽ കൂടുതൽ പച്ചമുളക് നിങ്ങൾക്ക് ചേർക്കാം. ഇതിനി നല്ല രീതിയിൽ വഴട്ടിയെടുക്കണം. സവോള നന്നായി വഴണ്ട് അലിഞ്ഞു വരണം. ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് വഴട്ടിയെടുക്കാം. അതല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് സാവധാനം വഴട്ടിയെടുക്കാം. ഇതിപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ച് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മുഴുവൻ മല്ലി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ സമയത്ത് അത് ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇവയെല്ലാം കൂടി അരച്ചൊരു പേസ്റ്റ് ആക്കണം. ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കാം.
അതിനുശേഷം കുറേശ്ശെയായി വെള്ളം ചേർത്ത് നന്നായി അരച്ച് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. സവോള ഇപ്പോൾ നന്നായി വഴണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയ അരപ്പ് ഇതിലേക്ക് ചേർക്കാം. അരപ്പൊട്ടും കളയാതെ തന്നെ ജാറിൽ കുറച്ചുകൂടി വെള്ളം കൂടി ഒഴിച്ച് കലക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു അരക്കപ്പ് വെള്ളം കൂടി ഈ അരപ്പിൽ ചേർന്നിട്ടുണ്ട്. ഇതിന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ മസാലയും സവോളയും കുറേ സമയം നന്നായി വഴറ്റണം. ഈ മസാലയുടെ എല്ലാം പച്ചമണം കംപ്ലീറ്റ് ആയിട്ട് മാറണം. ഇത് ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്കറിയാം കടുകിൻ്റെയൊക്കെ നല്ല കുത്തലും കയ്പും ഉണ്ടാവും. ഫ്ലെയിം ഒരു ലോയ്ക്കും മീഡിയത്തിനും ഇടയ്ക്കിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കാം. അതല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് വെച്ചിരുന്നാൽ മതി. ഒരു 20-25 മിനിറ്റേലും ഇതിങ്ങനെ വഴണ്ടാലാണ് ഇതിൻ്റെ പച്ചച്ചൊവയെല്ലാം മാറി മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് വരും. ഇതിൽ എണ്ണ തെളിയുന്നിടം വരെയാണ് ഇത് വഴറ്റേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഇത് ചെയ്യുമ്പോൾ ഒരിക്കലും ധൃതിയിൽ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ചെയ്യരുത്. അങ്ങനെയാകുമ്പോൾ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. കടുകിൻ്റെയൊക്കെ കയ്പായിരിക്കും മുന്നിൽ. അതുകൊണ്ട് ഇത് സമയമെടുത്ത് തന്നെ എണ്ണ തെളിയുന്നിടം വരെ വഴറ്റിയെടുക്കണം. എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് ഈ മസാലയുടെ ടേസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടേസ്റ്റിൽ നിന്നും വന്ന ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ സമയത്ത് കടുകിൻ്റെയും മറ്റു മസാലകളുടെ എല്ലാ കുത്തലും എല്ലാ കയ്പും മാറിയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ഞാനിവിടെ ഒരു 25 മിനിറ്റ് വഴറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് കുക്കറിലെ പ്രഷറൊക്കെ പോയി പോർക്ക് വേവായിട്ടിരിപ്പുണ്ട്. ഇനി ഇതിലേക്ക് പോർക്ക് ചേർക്കാം. ഒത്തിരി നെയ്യുള്ള പോർക്കാണെങ്കിൽ ഇപ്പോൾ കുക്കറിൽ നെയ്യെല്ലാം പൊങ്ങി വന്നിട്ടുണ്ടാവും. അങ്ങനെയാകുമ്പോൾ നമുക്ക് അത് വേണമെങ്കിൽ കുറച്ചൊന്ന് ഊറ്റിക്കളയാം. കറിയിൽ ഒത്തിരി നെയ്യ് കിടന്നാൽ അത് കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് മടുപ്പ് വരും. ഞാൻ നെയ്യ് കുറഞ്ഞ് പോർക്ക് ഉപയോഗിച്ചത് കൊണ്ട് നെയ്യൊന്നും ഒത്തിരി വന്നിട്ടില്ല. അതുകൊണ്ട് ഇത് മുഴുവൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. മസാലയെല്ലാം നന്നായി പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്യാം. അപ്പോൾ മസാലയുടെ വെള്ളവും പോർക്കിലുണ്ടായിരുന്ന വെള്ളവും കൂടി ചേർന്ന് ഇപ്പോൾ ആവശ്യത്തിന് വെള്ളമുണ്ട്. അപ്പോൾ കൂടുതൽ വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ചേർക്കാം. എനിക്കിപ്പോൾ ചേർക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇതൊത്തിരി ചാറ് പോലെ വരുന്ന കറിയല്ല, എന്നാൽ ഗ്രേവി ഉണ്ടാവും. പക്ഷേ ഒരു കുഴഞ്ഞ പരുവത്തിലാണ് കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട. ഈ പോർക്ക് ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കുന്ന അളവിൽ വെള്ളം മതി. ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പോർക്ക് കുക്കറിൽ വേവിച്ച സമയത്ത് പൂർണ്ണമായിട്ട് വേവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു 90% വേവായാൽ മതി. കാരണം ഇനി ഇതൊരു 15 തൊട്ട് 20 മിനിറ്റ് വരെ വേവിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് പോർക്ക് 100% വേവായിക്കോളും. ഇനി ഇത് മൂടി വെച്ച് 15 തൊട്ട് 20 മിനിറ്റ് വരെ വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് തിളച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ലോയ്ക്കും മീഡിയത്തിനും ഇടയിൽ ഒരു ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിക്കാം. ഇതിപ്പോൾ പാകത്തിന് വേവായിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി അവസാനമായി ഇതിലേക്ക് ചെറിയൊരു പുളിക്ക് വേണ്ടി 1/2 ടേബിൾ സ്പൂൺ വിനെഗർ ചേർക്കാം. ഈ കറിയിലേക്ക് തക്കാളി ചേർക്കുന്നതിലും കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ വിനെഗർ ചേർക്കുന്നതാണ്. ഇനി ഇതൊന്നുകൂടെ ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ വിനെഗർ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ പകരം നാരങ്ങ നീര് ചേർത്താലും മതി. പോർക്ക് കഴിക്കുമ്പോൾ മടുപ്പ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ വിനെഗർ അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റും കൂടെ വേണമെങ്കിൽ വേവിക്കാം. അങ്ങനെ പോർക്ക് ചാപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പോർക്ക് റെസിപ്പികളിൽ ഒരു അപാര ടേസ്റ്റുള്ള ഒരു കറിയാണിത്. വെറുതെ പറയുമല്ല, നിങ്ങൾ പോർക്ക് കഴിക്കുന്നവരാണെങ്കിൽ ഒരിക്കലേലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വർഷങ്ങളായിട്ട് പോർക്ക് കഴിക്കാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഒരിക്കലും ഒരു ഫംഗ്ഷന് പോർക്കാണെന്നറിയാതെ ഞാൻ ഈ കറി കഴിച്ചു. ചിക്കനാന്ന് വിചാരിച്ചാണ് ഞാൻ കൂട്ടിയത്. പിന്നീടാണ് ഞാനത് അറിഞ്ഞത് പോർക്കാണ് കഴിച്ചതെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ പോർക്ക് ചാപ്സിൻ്റെ ആളായി മാറിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യണം. നിങ്ങൾ ട്രൈ ചെയ്യുന്ന റെസിപ്പികളുടെ ഫോട്ടോസ് ഞങ്ങളുടെ FB ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി ഉടൻ കാണാം. ബൈ, ടേക്ക് കെയർ.